ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഞാനിതോടെ സുഖമായിരിക്കുന്നു. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഞണ്ട് പെരട്ട്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിലിപ്പോൾ ഒരു ഞണ്ട് മാത്രമേ അത്യാവശ്യം നല്ല വലുപ്പമുള്ളതുള്ളൂ. ബാക്കിയൊക്കെ ഒരു ഇടത്തരം വലുപ്പമുള്ള ഞണ്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിതാ നല്ല ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഡയറക്റ്റ് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ചൂടായതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിക്ക് പകരം സവാള എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഏതായാലും ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പോൾ ഇനി ചൂടായ വെളിച്ചെണ്ണയിലോട്ട് കുറച്ച് വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ വളരെ കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചെറിയ ഉള്ളി, 2 പച്ചമുളക്, പിന്നെ തക്കാളി, അതൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു വലിയ തക്കാളിയും പിന്നെ ഒരു 10-15 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ചെറിയ ഉള്ളി ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് കളറ് ചേഞ്ചായി വരണം. അപ്പോൾ അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചെറിയ ഉള്ളിക്ക് പകരം നൈസായിട്ട് അരിഞ്ഞിട്ടുള്ള സവാളയും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ ചെറിയ ഉള്ളി നല്ല രീതിക്കൊന്ന് കളറ് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്കാക്കി എടുക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പിന്നെ ഒരു തക്കാളിയും 2 പച്ചമുളകും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞണ്ട് വെള്ളം വാർന്ന് പോകാനായിട്ട് ഞാനൊരു ഓട്ടപാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം മൊത്തമായിട്ട് വാർന്ന് പോയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഈ ഒരു മിക്സിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല രീതിക്ക് അത് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി, ഞാനിപ്പോൾ അത്യാവശ്യം ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ചുള്ള മുളക് പൊടി, നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ അങ്ങനെ എടുക്കാം, സാധാരണ മുളക് പൊടിയാണെങ്കിൽ അങ്ങനെ എടുക്കാം. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിൽ കുരുമുളക് പൊടി ചേർക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്, ഇത് കാരണമാണ് ചേർത്ത് കൊടുക്കാത്തത്. ഇനി ഇത്രയും ചേർത്തതിന് ശേഷം നല്ല രീതിക്കൊന്ന് മിക്സാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ മസാല നല്ല രീതിക്ക് ആകുന്നത് വരെ ഇതേപോലെ ഒന്ന് നല്ല രീതിക്ക് ഞാനൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ടാണ് നമ്മൾ കുക്കാക്കി എടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് തുറന്നിട്ട് മിക്സാക്കി കൊടുക്കണം, കാരണം അടിയിൽ പറ്റി പിടിക്കുമെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനിതിൽ ചേർക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ നമ്മൾ മസാലപ്പൊടികൾ ചേർത്തല്ലോ, ആ ടൈമിൽ ചേർത്ത് കൊടുത്താലും മതി. ഇനിയിപ്പോൾ നല്ല രീതിക്ക് ഞാനൊന്നുകൂടെ മിക്സാക്കി കൊടുക്കുകയാണ്. പിന്നെ അതേപോലെ നമ്മളിത് അത്യാവശ്യം വെള്ളം വാർന്ന് പോകാൻ വെച്ചത് കൊണ്ട് തന്നെ ഓവറായിട്ട് വെള്ളമൊന്നും ഇതിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട് കുറച്ച് വെള്ളം മാത്രം, വളരെ ഒരു 2.5 ടേബിൾ സ്പൂണ് വെള്ളം ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് കുറച്ച് കറിയോട് കൂടിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും വെള്ളത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പം ഞണ്ട് പെരട്ടാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ അത് കാരണമാണ് ഇത്രയും വെള്ളം മാത്രം യൂസ് ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ നമുക്ക് കഴിക്കാനായിട്ട് വല്യമ്മ ഉണ്ടായിരുന്നു. വല്യമ്മക്ക് ഞണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓവർ മധുരിപ്പ് ആൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ നല്ല രീതിക്കൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഈ ടൈമിൽ നമ്മുടെ വെളിച്ചെണ്ണ ഒക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒന്ന് വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇനി അടച്ച് വെച്ച് കുക്ക് ചെയ്യാണ്ട് തുറന്ന് വെച്ചിട്ട് തന്നെയാണ് കുക്കാക്കി എടുക്കുന്നത്. നമുക്ക് ഈ ഒരു റെസിപ്പി ചോറിൻ്റെ കൂടെ ആണെങ്കിലും പിന്നെ അതേപോലെ തന്നെ പൊറോട്ട, ചപ്പാത്തി, ഇതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ്. ഞണ്ട് ഇഷ്ടമുള്ള ആൾക്കാർ മസ്റ്റായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യണം. നമ്മളധികം സാധാരണ എല്ലാവരും ചെയ്തെടുക്കുക ഞണ്ട് റോസ്റ്റ് അല്ലെങ്കിൽ
തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കറി അങ്ങനെയൊക്കെയാണല്ലോ ചെയ്തെടുക്കാറുള്ളത്. പക്ഷേ ഈ ഒരു റെസിപ്പി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ആരെങ്കിലും ഇതുപോലൊരു റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, കാരണം അത്രയ്ക്ക് ടേസ്റ്റായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതിവിടെ അത്യാവശ്യം വെള്ളമൊക്കെ വറ്റിയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ റെസിപ്പി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. പിന്നെ കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇതെന്തായാലും തീർച്ചയായിട്ടും ചേർത്ത് നോക്കാം, അത് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഞണ്ട് പെരട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അതേപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് കൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.